ഹലോ, നമ്മൾ കുറച്ചായിട്ട് കാത്തിരിക്കുന്ന ഐ.ടിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രോസസ്സും ആരംഭിക്കുകയാണ്. സോ ഫസ്റ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കേണ്ട തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. 29-ാം തീയതി വരെയാണെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. സോ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ സൈറ്റിൽ അതിൻ്റെ അപ്ഡേഷൻസ് കാണാൻ കഴിയുന്നില്ല. അപ്ഡേറ്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാമത് ഞാൻ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ കോളേജുകൾ, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളൊക്കെ വെക്കാം. സോ അത് ക്രമപ്പെടുത്തി വെക്കണമെന്ന് നിർബന്ധമില്ല. ഓരോ കോളേജുകളിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിശോധിക്കുന്നതായിരിക്കും. എന്നാൽ ഓരോ കോളേജുകളിലും നിങ്ങൾ വെക്കുന്ന ട്രേഡുകൾ അഥവാ കോഴ്സുകൾ അത് ക്രമപ്പെടുത്തി തന്നെ വെക്കുക. ഒന്ന്, നിങ്ങൾക്ക് താല്പര്യമുള്ള ട്രേഡ്; രണ്ടാമത് അടുത്ത് നിങ്ങളുടെ താല്പര്യമുള്ള ട്രേഡ്. സോ നിങ്ങൾക്ക് എല്ലാ ട്രേഡുകളും വെക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് വെക്കുന്ന ട്രേഡ് നിങ്ങൾക്ക് അഡ്മിഷന് സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രേഡ്, മൂന്നാമത്തെ ട്രേഡ്, നാലാമത്തെ ട്രേഡ്, ഈ ഒരു ഓർഡറിലായിരിക്കും പോകുന്നുണ്ടാവുക. സോ എല്ലാ ട്രേഡുകളും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. പിന്നെ കോളേജുകൾ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് ആദ്യം, പിന്നെ ഒരു കോളേജ്, അങ്ങനെ വെക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെച്ചാൽ മതി. കാരണം ഓരോ കോളേജിലേക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ചെല്ലും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല മാർക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 കോളേജ് വെച്ചെങ്കിൽ, സോ 5 കോളേജിൽ നിന്ന് നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജാണോ താല്പര്യം അവിടെ നിങ്ങൾ പോയാൽ മതിയാകുന്നതാണ്. സോ മറ്റേത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആകും. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, 1-2 കോളേജൊക്കെ വെക്കാൻ നിൽക്കാതെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ കോളേജുകളും ഒന്ന് വെക്കുന്നത് നന്നായിരിക്കും. അതൊരു സുരക്ഷിതത്വം ഉണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫറിന്റെ കാര്യമാണ്. സോ നിങ്ങളുടെ +1 +2 അതുപോലെ അല്ല കേട്ടോ. ഇതിന്റെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ ഒരു ട്രേഡ് കിട്ടി, ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടി. സോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആവണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കോളേജിൽ മറ്റേതെങ്കിലും ട്രേഡ് കിട്ടിയാൽ, നിങ്ങളുടെ താല്പര്യാനുസരണം, അല്ലെങ്കിൽ മറ്റു ട്രേഡെന്നല്ല, ഏതെങ്കിലും ട്രേഡ് കിട്ടിയാൽ നിങ്ങൾക്ക് ആ കോളേജിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ വെച്ച് അങ്ങോട്ടേക്ക് പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ് എന്നേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലവിലുള്ള ആ ഒരു കോളേജിൽ തന്നെ ഏതെങ്കിലും ലാസ്റ്റ് ഘട്ടത്തിൽ സീറ്റുകളൊക്കെ ഒഴിവാകും. ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, അഡ്മിഷൻ എടുക്കാതെയൊക്കെ പോകുന്ന ഘട്ടത്തിൽ. സോ അപ്പോൾ അവിടെ സീറ്റ് ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടേക്ക് മാറാം. അങ്ങനെ അല്ലാതെ ഉള്ള ട്രാൻസ്ഫറിങ് ഇല്ല. സോ അതുകൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സോ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതോട് കൂടിയിട്ട് ഈ ഒരു പ്രോസസ്സ് അവസാനിക്കുന്നില്ല. മറിച്ച് എങ്ങനെയാണ്, ഈ ഒരു ആപ്ലിക്കേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അടുത്തുള്ള ഗവൺമെൻറ് ഐ.ടിയിൽ കൊണ്ടുപോയിട്ട് വെരിഫിക്കേഷൻ ചെയ്യണം. സോ അപ്പോൾ അസൽ പ്രമാണ പരിശോധനയെന്നാണ് പറയുന്നത്. അതായത് ഒറിജിനൽ ഡോക്യുമെന്റ്സ്, നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റുകൾ സഹിതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണുക. സോ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ട്രേഡുകൾ എന്ന് പറഞ്ഞാൽ കോഴ്സുകൾ. ഓക്കെ, സോ അതെന്ന് പറയുമ്പം നിങ്ങൾക്ക് ആപ്ലിക്കേഷനകത്ത് ഇപ്പോൾ FR, EL ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. അതായത് ഷോർട്ട് നെയിമുകളായിരിക്കും. സോ ഓരോ ഷോർട്ട് നെയിമുകളുടെയും ഫുൾ നെയിം കൂടി വരുന്നുണ്ട്. സോ അത് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൂടി എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് ആപ്ലിക്കേഷൻ അയക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾ അക്ഷയ സെൻറ്ററിലൊക്കെ പോയിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. സോ എഡിറ്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം, അതായത് മൊബൈലിൽ തന്നെ യൂസർ ഐഡിയും പാസ്വേഡും നൽകി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെരിഫിക്കേഷന് മുമ്പ് വരെ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. സോ എഡിറ്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇതൊക്കെ ശ്രദ്ധിക്കുക. സോ എൻ്റെ പേര് അൽഹസൻ എന്നാണ്. ഞാൻ 2 വർഷത്തെ ഫിറ്റർ ട്രേഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. സോ ഇപ്പം അപ്രന്റീഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കുമെന്ന് നോക്കാവുന്നതാണ്. സോ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ IT സംബന്ധമായ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, പവർ ഓഫ് IT എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഇതിലൊക്കെ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് കേരളത്തിൽ ടോട്ടലായിട്ട് 104 ഗവൺമെൻറ് ഐ.ടികളാണുള്ളത്. 72 ട്രേഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ എല്ലാ ഗവൺമെൻറ് ഐ.ടികളിലും എല്ലാ ട്രേഡുകളും ഉണ്ടായിരിക്കില്ല. ഓക്കെ, സോ നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അയക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ പ്രവേശന സഹായിയുടെ ഇതിൽ നമുക്ക് തുടങ്ങാം. കേരളത്തിലെ 104 ഗവൺമെൻറ് ഐ.ടികളിൽ ഏതിലെയും പ്രവേശനത്തിന് പോർട്ടലിലൂടെ ഒരു അപേക്ഷ മാത്രം സമർപ്പിച്ചാൽ മതിയാകുന്നതാണ്. ഒരൊറ്റ അപേക്ഷ സമർപ്പിക്കുക. ദെൻ ആപ്ലിക്കേഷൻ നിങ്ങൾ അയച്ചതിന് ശേഷം ആപ്ലിക്കേഷനും ഒറിജിനൽ ഡോക്യുമെന്റ്സുമായിട്ട് നിങ്ങൾ തൊട്ടടുത്ത ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഐ.ടിയിൽ പോയിട്ട് അത് വെരിഫിക്കേഷൻ ചെയ്യുക. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഐ.ടിയിൽ പോയാൽ മതി. ഓക്കെ, സോ
ഇതിന് ഒരു പ്രോസ്പെക്ട്സ് ഉണ്ടായിരിക്കും. അത് ശ്രദ്ധാപൂർവ്വം വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷ പൂരിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. ആ ഒരു പ്രോസ്പെക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അതായത് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, ട്രേഡുകളായിക്കോട്ടെ, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെപ്സ്, ഫസ്റ്റ് വൺ രജിസ്ട്രേഷൻ ആണ്. അത് മൊബൈൽ നമ്പരും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും യൂസ് ചെയ്തുകൊണ്ടുള്ള രജിസ്ട്രേഷൻ ആണ്. രണ്ടാമത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതാണ്. അവിടെ നമ്മൾ പേഴ്സണൽ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെയാണ് നൽകേണ്ടത്. പേഴ്സണൽ ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും. രണ്ടാമതായിട്ട് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, പിന്നെ മറ്റ് ഡീറ്റെയിൽസുകളും. പിന്നീട് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നു, സെൽഫ് ഡിക്ലറേഷൻ ചെയ്യുന്നു. ഇതൊക്കെ സത്യമാണെന്നുള്ള രീതിയിൽ സെൽഫ് ഡിക്ലറേഷന്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഐ ടികളും ട്രേഡുകളും ചോയ്സ് ചെയ്യുകയാണ്. അവിടെ നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഞാൻ മുമ്പ് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഗവൺമെന്റ് ഐ ടികൾ നമ്മൾ ക്രമപ്പെടുത്തി വെക്കണം. നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ ഗവൺമെന്റ് ഐ ടികളും വെക്കുക. സോ എല്ലായിടത്തേക്കും നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നു, പരിഗണിക്കുന്നു. നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വെക്കുന്ന എല്ലാ ഐ ടികളിലും നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ക്ഷണം വരും. സോ ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഐ ടിയിൽ പോയാൽ മതി. പക്ഷേ ട്രേഡുകൾ അത് ക്രമപ്പെടുത്തി തന്നെ വെക്കണം. മീൻസ് നിങ്ങൾക്ക് ഒരു ഐ ടിയിൽ നിന്ന് ഒരു ട്രേഡിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഏറ്റവും നല്ല ട്രേഡുകൾ ആദ്യം ക്രമപ്പെടുത്തി വെക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ട്രാൻസ്ഫറിന്റെ കാര്യം പലരും ചോദിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐ ടിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി, ദെൻ മറ്റൊരു ഐ ടിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ അങ്ങോട്ടേക്കുള്ള ട്രാൻസ്ഫർ ആണ്. അല്ലാതെ ഒരു ഐ ടിയിൽ നിന്ന് മറ്റൊരു ട്രേഡിലേക്ക് മാറുക എന്ന് പറയുന്നത് എന്താണ്, അത് അത്ര പോസിബിൾ അല്ല. സോ അത് അവസാന ഘട്ടത്തിൽ ഒഴിവ് വരുവാണെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രേഡുകൾ നിങ്ങളുടെ താല്പര്യാനുസരണം ക്രമപ്പെടുത്തി തന്നെ വെക്കണം. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡുകളുടെ ഷോർട്ട് ഫോമുകളായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. സോ ഇലക്ട്രീഷ്യൻ എന്നുള്ള ട്രേഡിന് EL എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഫോമിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫുൾ ഫോമിൻ്റെ ഒരു PDF തന്നെയുണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. പ്രോസ്പെക്ട്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു PDF, ഒരു ബുക്ക് പോലെയുള്ള ഒരു ബുക്ക്ലെറ്റ് ആണ്. സോ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നീട് നമ്മൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻസ് കാണാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ 100 രൂപ പേയ്മെന്റ് ചെയ്യണം. പിന്നെ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ദെൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ തൊട്ടടുത്ത ഗവൺമെന്റ് ഐ ടിയിൽ പോയിട്ട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്യണം. സോ വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മൊബൈലിലൂടെ തന്നെ ഈ ഒരു സൈറ്റിൽ കയറി ലോഗിൻ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മെയിൽ ഐ ഡി, നിങ്ങളുടെ യൂസർ ഐ ഡി, അതായത് മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ യൂസർ ഐ ഡി ആയിട്ടുള്ള മൊബൈൽ നമ്പറും പിന്നീട് നിങ്ങൾ നൽകുന്ന പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് വരുത്താം. സോ എഡിറ്റ് ചെയ്ത് എല്ലാം കൃത്യമാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യുക. സോ വെരിഫിക്കേഷന് മുമ്പ് വരെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. സോ ദെൻ ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് പോർട്ടൽ സന്ദർശിക്കുന്നവർക്ക് അപ്ലൈ നൗ മുഖേനയും ഒരിക്കൽ രജിസ്റ്റർ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ലോഗിൻ ബട്ടൺ വഴിയും മുന്നോട്ട് എന്തായി ചെയ്യാം, പോകാവുന്നതാണ്. ദെൻ ഒരിക്കൽ രജിസ്റ്റർ ചെയ്തവർക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് ബട്ടൺ വഴി ലോഗിൻ പേജിലേക്ക് എത്താനും സാധിക്കും. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, പോർട്ടലിലേക്കുള്ള പാസ്വേഡ് എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപേക്ഷകരുടെ തന്നെ പ്രവർത്തന സജ്ജമായ മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും ഉപയോഗിക്കുക. ഞാനത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദെൻ 10ാം തരം സർട്ടിഫിക്കറ്റിൽ ഉള്ള പ്രകാരം ഇനിഷ്യലുകൾ സഹിതമാണ് പേര് നൽകേണ്ടത്. മൊബൈൽ നമ്പർ നൽകുക. ഇവിടെ നൽകുന്ന മൊബൈൽ നമ്പർ ആയിരിക്കും പോർട്ടലിലെ നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്നത്. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു അപേക്ഷ മാത്രമാണ് സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു വ്യക്തിക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇമെയിൽ വിലാസം നൽകുക രണ്ടാമതായിട്ട്. പിന്നീട് പാസ്വേഡ് നിങ്ങൾ 2 തവണ നൽകിയതിന് ശേഷം താഴെ തന്നിട്ടുള്ള ഈ ഒരു ക്യാപ്ച കോഡ് നൽകുക. ദെൻ രജിസ്റ്റേർഡ് നൗ എന്ന് പറയുന്ന ബട്ടൺ അമർത്തിയാൽ രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതാണ്. ഓക്കെ, രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് SMS സന്ദേശം ഉടൻ ലഭിക്കുന്നതാണ്. മൊബൈൽ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതും. ഓക്കെ, സർക്കാർ IT-യിൽ അപേക്ഷയുടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നത് വരെ തിരുത്തലുകൾ വരുത്താവുന്നതുമാണ്. അപ്പൊ സർക്കാർ IT-യിൽ പോയിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുള്ള തിരുത്തലുകൾ നൽകാൻ പറ്റും.
ലോഗിൻ സംബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങൾക്ക് ജില്ലാ കോർഡിനേറ്റർമാർ മുഖേന പരിഹാരം കാണാവുന്നതാണെന്നുള്ള പ്രത്യേകം പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ഇനി രജിസ്ട്രേഷൻ കഴിഞ്ഞു, ഇനി അപേക്ഷാ ഫോമാണ്. സോ അപേക്ഷാ ഫോമിന്റെ ആദ്യ പേജിനകത്ത് പേഴ്സണൽ ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷനുമാണ് നമുക്ക് നൽകേണ്ടതായിട്ടുള്ളത്. സോ ഒന്നാമതായിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ട് മെട്രിക് സ്കീം എന്നുള്ളിടത്ത് നമുക്ക് പത്താം തരം അതല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ളത് പഠിച്ച ഒരു സ്ട്രീം തിരഞ്ഞെടുക്കുക. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ SSLC ആയിരിക്കാം, ചിലപ്പോൾ ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ THSLC ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിരിക്കാം. അതെന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കാം. CBSEയോ തുടങ്ങിയ മറ്റേതെങ്കിലും സ്ട്രീം പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കണം അവിടെ നിന്ന് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ദെൻ രണ്ടാമതായിട്ട് ഇയർ ഓഫ് മെട്രിക് എക്സാം അറ്റൻഡഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ 2013 അതിനുശേഷമോ SSLC അല്ലെങ്കിൽ THSLC വിജയിച്ചവർ വിജയിച്ച വർഷവും അതിനു മുമ്പ് വിജയിച്ചവർ നോട്ട് ഇൻ ലിസ്റ്റ് എന്നും തിരഞ്ഞെടുക്കുക. മൂന്നാമതായിട്ട് രജിസ്റ്റർ നമ്പർ ആസ് ഓൺ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്. അവിടെ 2013 അതിനുശേഷമോ SSLC അല്ലെങ്കിൽ THSLC കേരള സിലബസിൽ പഠിച്ചവർ രജിസ്റ്റർ നമ്പർ സെർച്ച് നൽകി ബട്ടൺ അമർത്തിയാൽ അവരുടെ മാർക്ക്, പേര്, ജനന തീയതി, മാതാപിതാക്കളുടെ പേര്, ലിംഗം എന്നിവ സ്വയം പൂരിപ്പിക്കപ്പെടുന്നതാണ്. ഓക്കെ, ഇനി 2018 THSLC വിജയിച്ചവർ നോട്ട് ഇൻ ലിസ്റ്റ് തിരഞ്ഞെടുത്തിട്ട് എക്സാം സ്കീം സെലക്ട് എക്സാം സ്കീമിൽ എന്ത് ചെയ്യുക, THSLC 2018 എന്ന ഓപ്ഷൻ നൽകി നേരിട്ട് തന്നെ മാർക്ക് നൽകാവുന്നതാണ്. ഓക്കെ, ദെൻ നമ്മൾ പേഴ്സണൽ ക്വാളിഫിക്കേഷനും അതിന്റെ കാര്യങ്ങളും ആണല്ലേ. ഇനി തുടർന്ന് നാലാമതായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പം പത്താം തരം അല്ലെങ്കിൽ തുല്യത വിജയിച്ചുവോ ഇല്ലയോ എന്നുള്ളത് തിരഞ്ഞെടുക്കുക. വിജയിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പ്രത്യേക ഒരു മാർക്കും ഉണ്ടായിരിക്കുന്നതാണ്. തോറ്റവർക്കാണെന്നുണ്ടെങ്കിൽ നോൺ മെട്രിക് ഗ്രേഡുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, സോ ദെൻ അഞ്ചാമതായിട്ട് ഇതര സിലബസുകളിൽ പഠിച്ചവരും ഇതര വർഷങ്ങളിൽ വിജയിച്ചവരും മറ്റുള്ളവരും പരീക്ഷ എഴുതിയ എക്സാം സ്കീം തിരഞ്ഞെടുത്ത ശേഷം നേരിട്ട് മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് പൂരിപ്പിക്കേണ്ടതാണ്. സർട്ടിഫിക്കറ്റിൽ ഉള്ളത് പ്രകാരം പേര്, ജനന തീയതി, ലിംഗം, അത് ആൺ പെൺ ഭിന്നലിംഗം ഏതാണെന്ന് കൊടുത്തിട്ട് മാതാപിതാക്കളുടെ പേര്, രക്ഷകർത്താവിന്റെ പേര് എന്നിവയൊക്കെ പൂരിപ്പിക്കുക. SSLCയിലെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും അല്ലേ. സോ ആറാമതായിട്ട് എന്താ ചെയ്യേണ്ടത്, +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ഇത് വിജയിച്ചോ ഇല്ലയോ എന്ന് തിരഞ്ഞെടുക്കുക. അപ്പൊ അതിന് പ്രത്യേക മാർക്കും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഏഴാമതായിട്ട് ഏതെങ്കിലും സർക്കാർ IT പഠിച്ചിട്ടുണ്ടെങ്കിൽ യെസ് നൽകി പ്രസ്തുത IT പേര് തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഒരു തവണ സർക്കാർ IT സോ പ്രൈവറ്റ് IT പഠിച്ചെങ്കിൽ അത് തിരഞ്ഞെടുക്കണ്ട. സർക്കാർ IT തിരഞ്ഞെടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ യെസ് നൽകുക. സോ ആദ്യമായിട്ട് പ്രവേശനം നേടുന്നവർ ഇല്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ ഒരിക്കൽ പഠിച്ചവരെ പരിഗണിക്കുകയുള്ളൂ. ദെൻ എട്ടാമതായിട്ട് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക, അത് നൽകണം. പിന്നീട് ആധാർ നമ്പർ 12 അക്കം നൽകേണ്ടതായിട്ടുണ്ട്. ദെൻ മതം തിരഞ്ഞെടുക്കുക, പിന്നീട് ജാതി തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇനി ലിസ്റ്റിൽ ലഭ്യമല്ലാത്ത ജാതികൾ ഉൾപ്പെടുന്നവർക്ക് അവിടെ അതർ SC അല്ലെങ്കിൽ അതർ SC, അതർ OBC, അതർ OBH, അതർ OBX, ജനറൽ ഓർ OC എന്നിവയിൽ അനുയോജ്യമായത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ പേജിലെ എല്ലാ വിവരങ്ങളും നൽകിയതിന് ശേഷം സേവ് ആൻഡ് ഫിൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകേണ്ടതാണ്. രണ്ടാം പേജിൽ എന്താണെന്നാൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോ അഥവാ ആശയവിനിമയത്തിനുള്ള വിവരങ്ങളാണ് നമുക്ക് നൽകേണ്ടതായിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ നിങ്ങളുടെ പെർമനന്റ് ആയിട്ടുള്ള അഡ്രസ്സ്, സ്ഥിരം വിലാസവും, രണ്ടാമത് അവിടെ തന്നെ താഴെയായിട്ട് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുക, നൽകുക. സോ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന് പറയുന്നത്. കോപ്പി എബോവ് എന്ന് പറയുന്ന ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതിയാവുന്നതാണ്. ദെൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ ID എന്നിവയ്ക്ക് പുറമെ രക്ഷിതാവിന്റെ മൊബൈൽ നമ്പർ കൂടി നിങ്ങൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. ഇനി ഈ പേജിലെ എല്ലാ വിവരങ്ങളും നൽകിയതിന് ശേഷം സേവ് ആൻഡ് ഫിൽ അതർ ഇൻഫോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകേണ്ടതാണ്. മൂന്നാമത്തെ പേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ഇൻഫോ, പ്രത്യേക സംവരണാനുകൂല്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങളാണ് നൽകേണ്ടി വരുന്നത്. സോ അവിടെ എന്താണ്, ഇവിടെ
ജവാൻ കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ജവാനോ ജവാന്റെ ആശ്രിതനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പ്രോസ്പെക്ട്സിൽ പരിശോധിച്ചിട്ട് ശരിയായിട്ടുള്ള സെലക്ഷൻ വേണം നടത്താൻ വേണ്ടിയിട്ട് ജില്ലാ സൈനിക ബോർഡിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ മാതൃക ആ ഒരു പ്രോസ്പെക്ട്സിൽ ഉണ്ടായിരിക്കും. 13ാമത്തെ ആയിട്ട് അവിടെ NCC സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിന്റെ പ്രോസ്പെക്ട്സിൽ അതിന്റെ മാതൃകയുണ്ട്, അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14ാമതായിട്ട് നിങ്ങൾക്കിപ്പം സംസ്ഥാന യുവജനോത്സവത്തിൽ 1-2 സ്ഥാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. സോ അവിടെ ഗ്രേഡുകൾക്ക് പ്രത്യേക മാർക്കില്ല, പക്ഷേ ഈ സർട്ടിഫിക്കറ്റുകൾ കാണിച്ചിട്ടുള്ള സ്ഥാനങ്ങൾക്ക് മാത്രമേ മാർക്ക് ഇതുണ്ടായിരിക്കുന്നുള്ളൂ. പിന്നെ 15ാമതായിട്ട് പ്രത്യേക പരിഗണന നൽകുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ചില ബ്ലോക്കിനെ നിശ്ചയിച്ചിട്ടുണ്ട്. സോ അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ വിശദാംശങ്ങൾ കൂടി നമ്മൾ നൽകണം. ആ ബ്ലോക്കുകൾ ഏതൊക്കെയാണെന്ന് ആ ഒരു പ്രോസ്പെക്ട്സിന്റെ PDF ഉണ്ടായിരിക്കും. പ്രസ്തുത ബ്ലോക്ക് പരിധിയിൽ ജനിച്ചവർക്കും 5 വർഷമോ അതിൽ അധികമോ ആയി താമസിക്കുന്നവർക്കും സർട്ടിഫിക്കറ്റിന്റെ പിന്തുണയോടെ അവകാശപ്പെടാം. ബ്ലോക്കുകളുടെ പട്ടിക പ്രോസ്പെക്ട്സ് പരിശോധിച്ചാൽ മതിയാവുന്നതാണ്. ഇനി EWS ആണ് 16ാമത്തെ, അതായത് റവന്യൂ അധികാരികളിൽ നിന്നും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള മുന്നോക്ക വിഭാഗങ്ങളിലെ, അതായത് മറ്റ് സംവരണങ്ങൾക്ക് അർഹരല്ലാത്തവരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഈ സംവരണത്തിന് അർഹതയുണ്ട്. അവിടെ സർട്ടിഫിക്കറ്റിന്റെ വിശദാംശങ്ങൾ കൂടി നൽകേണ്ടതായിട്ട് വരും. സോ ഇതൊക്കെ ഉള്ളവർ മാത്രം ഇത് ഫില്ല് ചെയ്താൽ മതി. ദെൻ പിന്നീട് എന്താണ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി കൊടുക്കേണ്ടതാണ്. അതായത് ഭിന്നശേഷിക്കാരാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പിന്നെ 18/2017 ഓഗി ദുരന്തത്തിൽ കാണാതായ അല്ലെങ്കിൽ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ മക്കള്, മ്യാൻമർ, ശ്രീലങ്ക, ഉഗാണ്ട എന്നിവിടങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, അവരുടെ സന്താനങ്ങൾ എന്നിവർ. പിന്നീട് ഈ 19 രാഷ്ട്രപതിയിൽ നിന്നും നമുക്ക് സ്കൗട്ടോ ഗൈഡോ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർ, ഗവർണറിൽ നിന്നും ലഭിച്ചവരല്ല, അതൊക്കെ മാതൃക പ്രോസ്പെക്ട്സിൽ ഉണ്ടായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20ാമത്തെ സർക്കാർ അംഗീകൃത അനാഥാലയത്തിലെ അന്തേവാസികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 21ാമതായിട്ട് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ THSLC പഠിച്ചവർ, പ്രത്യേക സംവരണം ഉണ്ടായിരിക്കും, അത് കൊടുക്കാം. പിന്നീട് 22 സ്പോർട്സ് കോട്ട ഉണ്ടായിരിക്കും. അവിടെ സ്പോർട്സ് കോട്ടയിലുള്ള പ്രവേശനത്തിന് നിങ്ങൾ ജില്ലാ സ്പോർട്സ് കൗൺസിലറുമായി ബന്ധപ്പെടേണ്ടതാണ്, നല്ലൊരു അവസരമാണ്. 23ആയിട്ട് സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലെ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾ. പിന്നെ 24 ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. 25ാമത് ലക്ഷദ്വീപ്, ആൻഡമാൻ, മിനിക്കോയി, മാഹി നിവാസികൾ. 26 ഭാഷ ന്യൂനപക്ഷം, തമിഴ്, കന്നഡ. സോ അങ്ങനെ ഈ പേജിലെ എല്ലാ വിവരങ്ങളും നൽകിയതിന് ശേഷം സേവ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയും. ഓക്കെ, അടുത്ത 4ാമത്തെ പേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ ആൻഡ് ഡോക്യുമെന്റ് അപ്ലോഡ്, അതായത് അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ അപേക്ഷയിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകളുടെ 200 KB അധികരിക്കാത്ത PDF ഫോർമാറ്റുകൾ മാത്രം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓരോ രേഖയ്ക്കും പ്രത്യേകം ചൂസ് ഫയൽ ബട്ടൺ ഉണ്ടായിരിക്കുന്നതാണ്. ഒരിക്കൽ നൽകിയ ഫയലുകൾ താഴെ അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്ന ശീർഷകത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ദെൻ ഈ പേജുകൾ എല്ലാ വിവരങ്ങളും നൽകിയതിന് ശേഷം സേവ് ആൻഡ് ഓപ്ഷൻ യുവർ ട്രേഡ് ചോയ്സ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പേജാണ്. ബിക്കോസ് അവിടെ നിങ്ങൾക്ക് എല്ലാ IT-കളും എല്ലാ ട്രേഡുകളും ഒക്കെ കാണാൻ പറ്റും. അതായത് ആദ്യം IT-കളാണ് തിരഞ്ഞെടുക്കേണ്ടത്. കേരളത്തിലെ എല്ലാ ജില്ലകളും അവിടെ നൽകിയിട്ടുണ്ടായിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന ജില്ലയിൽ ക്ലിക്ക് ചെയ്താൽ ആ ജില്ലയിലെ എല്ലാ IT-കളുടെയും പേരുകൾ കാണാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് വൺ, നിങ്ങൾ IT ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ എല്ലാ ട്രേഡുകളും, അത് അവിടെയുള്ള എല്ലാ കോഴ്സുകളും കാണാനായിട്ട് പറ്റും. സോ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, അവയെ അപേക്ഷകന്റെ താല്പര്യാർത്ഥ മുൻഗണനാ ക്രമത്തിൽ ക്രമപ്പെടുത്തുക. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അവയെ അപേക്ഷയുടെ താല്പര്യാർത്ഥ മുൻഗണനാ ക്രമത്തിൽ, നിങ്ങൾക്ക് ഏത് ട്രേഡാണോ ഏറ്റവും കൂടുതൽ താല്പര്യം അതിനെ ഫസ്റ്റ് ആയിട്ട് എടുക്കണം. മീൻസ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോളേജിൽ നിന്നും ഒരു ഇതിലേക്കാണ് വരുന്നത്. സോ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് സാധ്യതയില്ലെങ്കിൽ അടുത്ത് നിങ്ങൾ രണ്ടാമത് വെച്ച് ട്രേഡ് നോക്കും, അതിൽ ഇതാണ് കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ മൂന്നാമത് ആ ഒരു ഓർഡറിലായിരിക്കും. സോ ഒരു കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ട്രേഡിലേക്കാണ് അഡ്മിഷന് വേണ്ടിയിട്ട് വരുന്നുണ്ടാവുക. സോ അത് വളരെ പ്രധാനമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡുകൾ മുൻഗണനാ ക്രമത്തിൽ നിങ്ങളുടെ താല്പര്യാനുസരണം ക്രമപ്പെടുത്തി തന്നെ വെക്കുക. ഓക്കെ, സോ ഇനി ട്രേഡിന്റെ പേരിൽ
നിങ്ങൾ മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് മുകളിലേക്കോ താഴേക്കോ നീക്കിയിട്ടോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും ട്രേഡുകളെ മുൻഗണനാ ക്രമത്തിൽ ക്രമപ്പെടുത്താൻ സാധിക്കും. ആവശ്യമില്ലാത്ത ട്രേഡുകളെ അവിടെ ഒരു ഇൻഡു ബട്ടൺ ഉണ്ടായിരിക്കും, തെറ്റായിട്ടുള്ള ഒരു ബട്ടൺ, അത് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. സോ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കിട്ടാതിരിക്കുന്നതിൽ നല്ലത് ഏതെങ്കിലും കിട്ടുക എന്നുള്ള മൈൻഡോട് കൂടി നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ട്രേഡുകളില്ലേ അതിനെ അവസാനം ക്രമീകരിക്കുക. കാരണം മുന്നിലുള്ള ട്രേഡുകൾ മുഴുവൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ ലാസ്റ്റുള്ള ട്രേഡുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷന് വരും. മാത്രവുമല്ല നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ എന്താണ് പോകാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ആ ട്രേഡിൽ പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഒഴിവാക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് എല്ലാ കോളേജുകളിൽ നിന്നും അഡ്മിഷന് വേണ്ടിയിട്ട് ക്ഷണം വരാം. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളിടത്ത് മാത്രം പോയാൽ മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓർത്ത് ബുദ്ധിമുട്ടേണ്ടതില്ല. നിങ്ങൾക്ക് നല്ല ട്രേഡുകളെന്ന് തോന്നുന്നവയെ ക്രമപ്പെടുത്തി തന്നെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. സോ ദെൻ ഒരിക്കൽ ഒഴിവാക്കിയ ട്രേഡിനെ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് തിരഞ്ഞെടുക്കാനായിട്ട് കഴിയും. ഇനി ട്രേഡുകളെ തിരഞ്ഞെടുത്ത ശേഷം സേവ് ട്രേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് മറ്റ് ഐറ്റികൾ അപേക്ഷ നൽകുന്നതിന് വീണ്ടും ഈ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക. സോ ഓരോ ഐറ്റികളിലും ഇങ്ങനെ എന്താ ചെയ്യുക, തിരഞ്ഞെടുത്ത് വെക്കണം. തിരഞ്ഞെടുത്ത ട്രേഡുകളെ ഒഴിവാക്കി പുതിയതായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാൻസൽ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചെയ്യാനായിട്ട് കഴിയും. ഇനി പ്രിവ്യൂ യുവർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് അപേക്ഷിച്ച സ്ഥാപനങ്ങളും ട്രേഡുകളും അപേക്ഷാ ഫോമിന്റെ പ്രിന്റ് ഔട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 5ാമത്തെ പേജിൽ സെൽഫ് ഡിക്ലറേഷൻ ആണ്. സോ ആ ഒരു സെൽഫ് ഡിക്ലറേഷൻ നിങ്ങൾ വായിച്ചു നോക്കി ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ മേക്ക് പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ആ ഒരു അപേക്ഷാ ഫീസായ 100 രൂപ അടയ്ക്കുന്നതോടുകൂടി മാത്രമാണ് അപേക്ഷാ സമർപ്പണം പൂർത്തിയാകുന്നത്. സോ മേക്ക് പേയ്മെന്റ് വിൻഡോ സെലക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് അപേക്ഷാ ഫീസ് അടയ്ക്കാൻ പറ്റും. സംസ്ഥാന ഗവൺമെന്റിന്റെ ഇ ട്രഷറി മുഖേനയാണ് പണം അടയ്ക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ പണം ഒരിക്കൽ അടയ്ക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് അടയ്ക്കാൻ സാധിക്കുന്നത്. അക്കൗണ്ടിൽ നിന്നും പണം കുറയുകയും നമുക്ക് രസീത് ലഭിക്കാതെ ഇരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ സമയത്തിനകം പണം തിരികെ അക്കൗണ്ടിൽ വരികയോ അല്ലെങ്കിൽ രസീത് ലഭിക്കുകയോ ചെയ്യുന്നതായിരിക്കും. ഓൺലൈൻ അപേക്ഷയിൽ മുഴുവൻ വിവരങ്ങളും നൽകി പേയ്മെന്റ് നടത്തിയാൽ മാത്രമാണ് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. മൊബൈൽ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതും അസൽ പ്രമാണ പരിശോധന അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഐറ്റിയിൽ പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് വരെ നമുക്ക് തിരുത്തലുകൾ വരുത്താവുന്നതാണ്. അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. നിങ്ങൾ അക്ഷയ സെന്റർ വഴിയൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് വീട്ടിൽ വന്ന് സാവധാനം മൊബൈലിൽ നോക്കിയിട്ട് ഈ ഒരു ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് മൊബൈൽ നമ്പരും അതുപോലെ യൂസർ ഐ ഡി അഥവാ മൊബൈൽ നമ്പർ നൽകി പാസ്വേഡ് നൽകിയിട്ട് നിങ്ങൾ ഒന്നുകൂടി ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, എഡിറ്റ് വരുത്തി നിങ്ങൾക്ക് താല്പര്യമുള്ള ട്രേഡുകളെ ക്രമപ്പെടുത്തിയൊക്കെ വെച്ചതിന് ശേഷം പിന്നീട് സാവധാനം ഗവൺമെന്റ് ഐ ടിയിലേക്ക് പോയിട്ട് നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയാൽ മതി. സോ ഏതെല്ലാം സർട്ടിഫിക്കറ്റുകളാണെന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപേക്ഷ സമർപ്പണം പൂർത്തിയാക്കുന്നതിനായിട്ട് അസൽ പ്രമാണ പരിശോധന തൊട്ടടുത്ത സർക്കാർ ഐ ടിയിൽ അപേക്ഷകനോ അല്ലെങ്കിൽ രക്ഷകർത്താവോ നേരിട്ടെത്തിയാണ് പൂർത്തിയാക്കേണ്ടത്. ഈ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ അല്ലെങ്കിൽ അസൽ പ്രമാണ പരിശോധന പൂർത്തിയാക്കിയ അപേക്ഷകൾ മാത്രമാണ് ഐ ടി പ്രവേശനത്തിന് പരിഗണിക്കുന്നത്. അതുകൂടി ശ്രദ്ധിക്കുക. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പോർട്ടൽ സംബന്ധമായ സാങ്കേതിക സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ അഡ്മിഷൻ പോർട്ടലിലെ ഹെൽപ്പ് ഡെസ്ക് എന്ന മെനുവിൽ നൽകിയിട്ടുള്ള ജില്ലാതല അഡ്മിഷൻ കോർഡിനേറ്ററുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. അസൽ പ്രമാണ പരിശോധന അഥവാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, പ്രവേശനം, ട്രേഡുകൾ സംബന്ധിച്ച വിവരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കും സഹായങ്ങൾക്കും ഓൺലൈൻ പോർട്ടലിൽ ലഭ്യമായിട്ടുള്ള എബൌട്ട് എന്ന മെനുവിൽ ഗവൺമെന്റ് ഐ ടി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ബന്ധപ്പെട്ട ഐ ടി ക്ലിക്ക് ചെയ്ത് അതിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഫോൺ നമ്പർ വഴിയും ഇമെയിൽ വഴിയും ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്തു, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ ടി സംബന്ധമായ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്